തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDS സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരവും രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക നൽകി. ഉച്ചയ്ക്ക് 1:30 സുരേഷ് ഗോപി വരണാധികാരിയായ ജില്ലാ കളക്ടർ TV അനുപമ മുൻപാകെ പത്രിക നൽകിയത്. കളക്ടറേറ്റ് ജീവനക്കാരുൾപ്പെടെ വൻ ജനക്കൂട്ടം സുരേഷ് ഗോപിയെ കാണാനെത്തിയിരുന്നു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം. ക്ഷേത്രത്തിന് പുറത്തുവെച്ച് മത്സ്യത്തൊഴിലാളികൾ സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള കാശ് നൽകി. തുടർന്ന് തൃശൂരിലെത്തി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനം. ശേഷം BJP ഓഫീസിൽ പ്രവർത്തകരോടൊപ്പം അല്പസമയം. 12:30 റോഡ് ഷോയോടെ കലക്ടറേറ്റിലേക്ക് പത്രിക നൽകാൻ. കലക്ടറേറ്റിൽ സുരേഷ് ഗോപിയെ കാണാനായി ജീവനക്കാരുൾപ്പെടെ നിരവധി പേർ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. വാഗ്ദാനങ്ങൾ നൽകാനില്ലെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ചെയ്യുന്നതെല്ലാം പിന്നീട് ഒരു വലിയ മധുരതരമായ ഓർമ്മയായിട്ട്, വാഗ്ദാനങ്ങളല്ലാതെ ചെയ്വനകൾ ഉണ്ടാവണം. തൃശൂർ പൂരം അതിന്റെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നും സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം. രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഭരണരംഗത്ത് ഒരു നായകനായി വരുമ്പോൾ എനിക്കതെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് നടത്തുവാനുള്ള ഭാഗ്യമെന്ന് പറയുന്നത് എൻ്റെ പൂർവ്വജന്മ സുഹൃതം. പ്രചാരണത്തിന് ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇനിയുള്ളതെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം. മീഡിയ 1 തൃശൂർ.